The Real FM 103.6. ശ്രദ്ധ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. ജനുവരി 4 മുതൽ 8 വരെ തീയതികളിലായി നടക്കുന്ന കലാമേളയിൽ 249 ഇനങ്ങളിൽ 12,000-ലധികം മത്സരാർത്ഥികളാണ് അവരുടെ പ്രതിഭ തെളിയിക്കാൻ എത്തുന്നത്. 5 ഗോത്രകലകൾ കൂടി ഇത്തവണത്തെ കലാമേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമയബന്ധിതമായി മത്സരം നടത്തി തീർക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വട്ടപ്പാറ അനിൽകുമാർ. തിരുവനന്തപുരം പട്ടണത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സാംസ്കാരിക നിലയങ്ങളും കലാ മത്സരത്തിന്റെ വേദികളായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അയ്യങ്കാളി ഹാൾ, അതുപോലെ കാർത്തിക തിരുനാൾ തിയേറ്റർ, ടാഗോർ തിയേറ്റർ, സെന്റ് മേരി സ്കൂള്, അതുപോലെ സെന്റ് ജോസഫ് തിയേറ്റേഴ്സ്, ഇവിടെയൊക്കെ മത്സരങ്ങൾ നടക്കുന്നു. മുഴുവൻ കുട്ടികൾക്കും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനും അതുപോലെ സംഘാടകർക്കും ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്തിലാണ്. മെയിൻ വേദി എന്ന് പറയുന്നത് സ്റ്റാച്യുവിലെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അവിടെയാണ് ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളും പ്രധാനപ്പെട്ട ഇനങ്ങളും മാറ്റുരയ്ക്കുന്നത്. 19 കമ്മിറ്റികളാണ് ഇതിനു വേണ്ടി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ കമ്മിറ്റികളുടെ ചെയർമാൻമാർ ജനപ്രതിനിധികളും കൺവീനർമാർ അധ്യാപക സംഘടനാ നേതാക്കളുമാണ്. ആയിരക്കണക്കിന് അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഡിപ്പാർട്ട്മെന്റ് മേധാവികളുടെയും ജീവനക്കാരുടെയും പ്രയത്നം ഈ 5 ദിവസങ്ങളിലായി ഇതൊരു ജനകീയ മേളയാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഓരോ കമ്മിറ്റിയിലും 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകർ അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപൃതരാണ്. സ്കൂളുകളിൽ നിന്ന് സ്കൗട്ട്, ഗൈഡ്, NCC, SPC പോലുള്ള കുട്ടികൾ സജീവ സാന്നിധ്യമാണ് ഈ മേളകളിൽ. വരുന്നവർക്ക് പരമാവധി സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് സദാ ഓർഗനൈസിംഗ് കമ്മിറ്റി ജാഗരൂകമാണ്. വിദ്യാർത്ഥികളെ പാർപ്പിക്കുന്നതിന് വേണ്ടി 33 അക്കോമഡേഷൻ സെന്ററുകളാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സ്കൂളുകളിൽ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 14 ജില്ലകളിൽ നിന്നായി അവിടുത്തെ ടീം മാനേജർ, ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ജില്ലകളിൽ നിന്ന് വിദ്യാർത്ഥികൾ മത്സരത്തിനായി എത്തിച്ചേരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം 3-ാം തീയതി SMD സ്കൂളിലാണ് നടക്കുന്നത്. രജിസ്ട്രേഷൻ, പ്രോഗ്രാം, അതുപോലെ അപ്പീൽ കമ്മിറ്റി ഒക്കെ പ്രവർത്തിക്കുന്നത് SMD സ്കൂളിലാണ്. ഇതിന്റെ സ്വാഗത സംഘം പ്രവർത്തിക്കുന്നത് മാഞ്ഞാലിക്കുളം ഗ്രൗണ്ടിന് എതിർവശത്തുള്ള ശിക്ഷക് സദനിലാണ്. സമയബന്ധിതമായി മത്സരങ്ങൾ നടത്തുന്നതിനും തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ക്രമീകരണങ്ങൾക്ക് അതീതമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് അപ്പീലുകളുടെ അതിപ്രസരമാണ്. മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പീലിന്റെ പ്രവാഹം ഉണ്ടാവുകയാണെങ്കിൽ പ്രോഗ്രാമിന് ചെറിയ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രോഗ്രാം കൃത്യസമയത്ത് തന്നെ ഒരു വേദിയിൽ 2 ഇനങ്ങളുടെ മത്സരങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെ സമയം കൊടുത്തു തന്നെയാണ് കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പ്രോഗ്രാം കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം കമ്മിറ്റി അല്ല വിളിക്കുന്നത്, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ടാണ് വിധികർത്താക്കളെ വിളിക്കുന്നത്. ഒരു പരാതിക്കും ഇടവരുത്താത്ത തരത്തിലാണ് വിധികർത്താക്കളെ സംസ്ഥാന മേളയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ളത്. കലാമേളയിൽ കലാപരിപാടികളെ പോലെ തന്നെ ശ്രദ്ധേയമായ ഒന്നാണ് ഭക്ഷണം. ഇതിന്റെ ഒരുക്കത്തെക്കുറിച്ച് ഭക്ഷണ കമ്മിറ്റി കൺവീനർ നജീബ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികൾ അതിന്റെ മെനു ആണ്. അത് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണത്തിന് ഇഡ്ഡലി, സാമ്പാർ, ദോശ, പുട്ട്, കടല എന്ന നിലയിൽ 5 ദിവസം വ്യത്യസ്തമായ പ്രഭാത ഭക്ഷണം 7 മണി മുതൽ 11 മണി വരെ വിതരണം ചെയ്യും. അത് കുട്ടികളെ ഇരുത്തി ഇലയിട്ട് വിളമ്പി കൊടുക്കുന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 11:30 മണി മുതൽ 3:30 മണി വരെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യേണ്ടി വരും. ഏകദേശം 20,000-ഓളം പേർക്ക് കുട്ടികൾക്കും മറ്റ് ഉള്ളവർക്കുമായി കൊടുക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ മെനു ചോറ്, സാമ്പാർ, പുളിശ്ശേരി, രസം അല്ലെങ്കിൽ മോര്, അവിയൽ, കൂട്ടുകറി, പിന്നെ തോരൻ, പച്ചടി, കിച്ചടി, അച്ചാറ്. എല്ലാ ദിവസവും പലയിടം ആണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പായസം ഉണ്ടാവും. 5 ദിവസവും വ്യത്യസ്തമായ 5 പായസങ്ങളാണ് നൽകുന്നത്. പായസം ഒഴികെയുള്ള ബാക്കി ഉച്ചഭക്ഷണത്തിലുള്ള എല്ലാ കറികളും ഉപ്പ് ചേർത്തുകൊണ്ടാണ് രാത്രി 7 മണി മുതൽ ഒരു 10:30 മണി വരെ അത്താഴ ഭക്ഷണം കൊടുക്കുന്നത്. ഉച്ചയ്ക്കും രാത്രിയും ഇതുപോലെ ഇലയിട്ട് ആൾക്കാരെ ഇരുത്തി വിളമ്പി കൊടുത്താണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇലയെല്ലാം എടുത്ത് മാറ്റുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള കണ്ടിജൻസി ജീവനക്കാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഭക്ഷണവും അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള
വലിയ വിഭവ സംവരണം നടത്തിയിരുന്നു. അത് 12 BRCകൾ വഴി MLA-മാർക്ക് എടുക്കുകയും ഭക്ഷ്യ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും സംഘാടക സമിതി ചെയർമാനുമായ ബഹുമാനപ്പെട്ട GR അനിൽ കലവറയിലേക്ക് ഏറ്റുവാങ്ങി. ഇന്ന് മുതൽ ഭക്ഷണ പൂര എല്ലാ നിലത്തിലും സജീവമാകുകയാണ്. രാവിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വൈകുന്നേരം 3 മണിക്ക് രജിസ്ട്രേഷന്റെ ഭാഗമായി മറ്റ് ജില്ലകളിൽ എത്തുന്നവർക്കുള്ള അത്താഴം ഉൾപ്പെടെ നമ്മൾ നൽകുന്നുണ്ട്. 4-ാം തീയതി രാവിലെ 7 മണിക്കുള്ള പ്രഭാത ഭക്ഷണം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു കുട്ടിക്ക് വിളമ്പി കൊടുത്തുകൊണ്ടാണ് ഭക്ഷണ വിളമ്പലിന് തുടക്കം കുറിക്കുന്നത്. 10:30 മണിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പാലുകാച്ചി ചടങ്ങ് നിർവഹിക്കും. പുത്തരിക്കണ്ടത്ത് വളരെ വിശാലമായ ഒരു പന്തലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരേ സമയം 3000-ഓളം പേർക്ക് ഇരുന്ന് കഴിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോഴൊരു സവിശേഷത, ക്യൂ നിൽക്കാതെ വരുന്നവർക്കെല്ലാം ഇരിക്കുവാനുള്ള പ്രത്യേക പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ പന്തലിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ജനപ്രതിനിധികൾ ഈ ഭക്ഷണശാല സന്ദർശിക്കുകയും ഈ കലാപരിപാടികളുമായി ബന്ധപ്പെട്ട് കലാമേഖലയിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നഗരത്തിൽ നിന്നും അധികം ദൂരെയല്ലാത്ത സ്കൂളുകളിലാണ് മത്സരാർത്ഥികൾക്കുള്ള താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അക്കമഡേഷൻ കമ്മിറ്റി കൺവീനർ ബ്രീസ് MS രാജ്. ബോയ്സിന് 16 സെന്റർ കൊടുത്തിട്ടുണ്ട്, ഗേൾസിന് 11 സെന്റർ കൊടുത്തിട്ടുണ്ട്. ഗേൾസിന് നമ്മൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ പട്ടം സെന്റ് മേരീസ് സ്കൂളുണ്ട്, കൊർഡോവ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഓൾ ഏഞ്ചൽസ് കോൺവെന്റ് ഉണ്ട്, കരമന ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പേറുക്കട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ബോയ്സിന്റെ സിറ്റി സ്കൂളുണ്ട്, മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ചാല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്, തമിഴ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതോടൊപ്പം തന്നെ സിറ്റിയിലുള്ള മറ്റ് ചില സ്കൂളുകളും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. 3-4 കിലോമീറ്റർ അകത്തുള്ള സ്കൂളുകളാണ്. എല്ലാ സ്കൂളിലും ഇൻചാർജ് ആയിട്ട് അധ്യാപകരുണ്ട്, പിന്നെ നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും അവിടെ അധ്യാപകരുടെ ഒരു സേവനം ഈ അക്കോമഡേഷൻ സെന്ററുകളിൽ ലഭ്യമാവുന്നുണ്ട്. പരമാവധി മികച്ച സാഹചര്യങ്ങളാണ് എല്ലാ സ്കൂളുകളും ഒരുക്കിയിരിക്കുന്നത്. വരുമ്പോൾ തന്നെ അവരെ അവിടെ വെൽക്കം ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു ചായ കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തി അവരെ വേദികളിലേക്ക് കൊണ്ടുപോകും. നമ്മളൊരു സ്കാൻ കോഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്കോമഡേഷൻ സെന്റർ എവിടെയാണ്, അവിടെയുള്ള നോഡൽ ഓഫീസർ ആരാണ്, ഒരു ക്ലിക്കിൽ തന്നെ അവരെ വിളിക്കാനൊക്കെ സാധിക്കും. അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോകാനും പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ അറിയാനും ഒക്കെ. ഇപ്പോൾ എല്ലാം IT സംവിധാനത്തിൽ കൂടെ സർക്കാരും ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. മൊബൈലിൽ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. എല്ലാ അക്കോമഡേഷൻ സെന്ററിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കും വേദികളിലേക്കും വാഹനങ്ങൾ പോകുന്നുണ്ട്. 24 hours ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സ്കൂളുകളുടെ വാഹനങ്ങൾ തന്നെയാണ് ഇവർ ഹയർ ചെയ്തിരിക്കുന്നത്. തികച്ചും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് കലാമേള നടക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കൺവീനർ PS സജികുമാർ. സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമായി വേദികളും പരിസരവും പൂർണ്ണമായും പ്ലാസ്റ്റിക്കും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കളും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഹരിതാഭമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ശ്രമം നടക്കുന്നത്. ഇതിന് പൂർണ്ണമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനും ഹരിത മിഷനും ശുചിത്വ മിഷന്റെയും സഹകരണം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ഇത്തവണ വാഴയിലയിലാണ് ഫുഡ് വിതരണം ചെയ്യുന്നത്. അത് നമുക്ക് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് വേസ്റ്റ് മാറ്റുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ കൈ കഴുകുന്ന വെള്ളവും അടുക്കളയിലെ വെള്ളവും വേസ്റ്റ് അവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് വേസ്റ്റ് വാട്ടർ ക്ലീനിങ് ഒരു മെഷീൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൽ വേസ്റ്റ് വാട്ടർ ക്ലീൻ ചെയ്ത് അപ്പോൾ തന്നെ ശുദ്ധജലമാക്കി മാറ്റുന്നതാണ്. വോളണ്ടിയേഴ്സിന് സേവനം, അധ്യാപകരുടെ സഹകരണമുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ ജീവനക്കാര്, ശുചിത്വ മിഷന്റെ പ്രവർത്തകര്, ഹരിത കർമ്മസേന ഇവരുടെ എല്ലാം സഹായം ഉണ്ടാവും. അതുപോലെ നമ്മുടെ സ്കൂൾ ക്ലബ്ബുകൾ, NCC, NSS, SPC എന്നിവരുടെ ചെറിയ രീതിയിലുള്ള സഹകരണവും ഇതിനകത്തുണ്ടാവും. മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ്. മെയിൻ എൻട്രൻസിൽ ശുചിത്വ മിഷന്റെയും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെയും ഒരു വലിയ സ്റ്റാൾ ഉണ്ടാവും. ഹരിത ചട്ടപ്രകാരം കെട്ടിയിട്ടുള്ള ഈ സ്റ്റാളിൽ നമുക്ക് വരുന്ന കുറേ കുട്ടികളെ, രക്ഷിതാക്കളെയും ഇതിനകത്ത് വിളിച്ചു വരുത്തി ഒരു ബോധവൽക്കരണ ക്ലാസ് 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവിടെ അവരോട് പറയുകയും അവർക്ക് ലഘുലേഖകൾ നൽകുകയും ചെയ്യും. വൈകുന്നേരം സ്വർണ്ണക്കപ്പ് വേദിയിൽ എത്തുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. വേദിയും പരിസരവും പൂർണ്ണമായും മാലിന്യമുക്തവും ഹരിതാഭമായും നിലനിർത്തുന്നതിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ആവശ്യമുണ്ട്. എല്ലാവരും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ കലാപ്രകടനമാണ് ഇവിടെ മാറ്റുരയ്ക്കപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ മത്സരബുദ്ധിയും വാശിയുമൊക്കെ ആവുമ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങളും ഇവിടെ ഉയരാറുണ്ട്. അത്തരം വിവാദങ്ങളൊന്നുമില്ലാത്ത ഒരു മേളയായി തീരും 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.